ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗവതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സ്കന്ധമാണ് നിരോധം. ദശമസ്കന്ധം. അതില് നിരോധം എന്നുള്ളത് നമ്മളെ എവിടെയൊക്കെ നമ്മളുടെ മനസ്സ് പാഞ്ഞു പോയി കഴിഞ്ഞാലും അവരെയൊക്കെ, ആ മനസ്സിനെയൊക്കെ എന്തായി കണ്ണന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ലീലയാണ് നിരോധം. ഭഗവതി രാഗ, പിന്നെ വിഷയേഷു വിരാഗ. നമ്മളുടെ വിഷയങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ മനസ്സിനെ മാറ്റി തന്നിലേക്ക് അടുപ്പിക്കുന്നതായിട്ടുള്ള ഒരു ലീല. ഇതാണ് ഭാഗവതത്തിന്റെ വലിയൊരു മഹത്വം. അതാണ് ഭാഗവതത്തിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇനി നമ്മൾ വിചാരിക്കും പല കർമ്മങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടാണ്. അങ്ങനെയല്ല. കർമ്മങ്ങളിലൂടെ ഈശ്വരനെ കാണാൻ സാധിക്കും. ആ ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏത് കർമ്മമാണോ നമ്മൾ ചെയ്യുന്നത്, ആ കർമ്മത്തിൽ നമുക്ക് കണ്ണനായിട്ട് സമർപ്പിക്കുന്ന രീതിയിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഇവിടെ ഗോപികമാര് കണ്ണന്റെ അടുത്തേക്ക് വന്നു. ഓടി വന്ന എന്തിനു വേണ്ടിയാണ്? എല്ലാം വിട്ടു. കാരണം എന്തുകൊണ്ടാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കണ്ണൻ ഓരോന്നും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കർത്തൃത്വമുള്ളത്? നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുന്ന കാലടികൾ കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നത് പോലും കണ്ണന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒന്നുമല്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യം അവർക്കുള്ളതുകൊണ്ട് എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. നമ്മളൊക്കെ ഇന്ന് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്ന അതാണ്. നമുക്ക് പല കർത്തൃത്വ ബോധം ഉണ്ടെന്ന് വിചാരിച്ച് പല കർമ്മങ്ങളിൽ നിന്നും ഞാൻ ഉപേക്ഷിക്കപ്പെടുകയാണോ എന്നൊരു തോന്നല. പക്ഷെ നമ്മളാണോ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിയാൽ അറിയാം നമുക്ക്, അല്ലെ? നമുക്ക് എത്ര കണ്ട് പറ്റും? അപ്പൊ ഇവിടെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, ഞങ്ങളല്ല ഞങ്ങളുടെ ഭർത്താക്കന്മാരെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെയോ ഞങ്ങളുടെ പൈക്കുട്ടികളെയോ ഒക്കെ സംരക്ഷിക്കുന്നത് അത് കണ്ണനാണ്, കണ്ണൻ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ കണ്ണന്റെ അടുത്തേക്ക് പോവുക, ആ കണ്ണനെ ആശ്രയിക്കുകയല്ലേ വേണ്ടത്. ഈ ഒരു ഉറച്ച ബുദ്ധി ഗോപികമാരില് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു രാത്രികളിൽ പോലും ഭയമില്ലാതെ കണ്ണന്റെ അടുത്തേക്ക് ഓടി വരാൻ ഉണ്ടായുള്ള ഒരു സമീപനം. അതാണ് ഇവിടെ വന്നപ്പം കണ്ണൻ അവരോട് പലതും പറഞ്ഞു. ലൗകികമായിട്ടുള്ള ഭാഷയിലൂടെ തന്നെ, ആധ്യാത്മികമായിട്ടുള്ള ചിന്തയിലൂടെയാണ് യഥാർത്ഥത്തില് ഗോപികമാര് വന്നിട്ടുള്ളത് എന്നുള്ളത് ആർക്കറിയാം? കണ്ണനറിയാം. പക്ഷെ എങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു മാലിന്യം, എന്തെങ്കിലും ഒരു സംശയം, ആ സംശയം പോലും ഇല്ലാണ്ടാക്കണം ഗോപികമാരെ. കാരണം അത്ര കണ്ട് ഭക്തകളാണ് ഗോപികമാര്. അപ്പൊ അവരുടെ ഉള്ളിൽ ഇനി ലവലേശം പോലും ഒരു സംശയം കിടക്കണ്ടെന്ന് വിചാരിച്ചാണ് ഭഗവാൻ എന്ത് ചെയ്തു? നേർ വിപരീതമായിട്ട്, അവര് പ്രതീക്ഷിക്കുന്നതിന് നേർ വിപരീതമായിക്കൊണ്ട് അവരോട് പ്രതികരിക്കുന്ന ഒരു രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയുന്നു, ദുശീലോ ദുർഭഗോ വൃദ്ധോ ജഡോ രോഗ്യ അഥനോപിവ. നിങ്ങള് ഭർത്തൃശുശ്രൂഷയാണ് നിങ്ങളുടെ ഏറ്റവും പരമമായിട്ടുള്ള ധർമ്മം എങ്കിൽ അതല്ലേ അവിടെ നോക്കേണ്ടത്? അവരെ വേദനിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളത് ധർമ്മമാണോ? അത് തന്നെയല്ല. ഈ യഥാർത്ഥമായിട്ടുള്ള ധർമ്മം എന്താണ്? എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് അവരിനി നിങ്ങളെ കാണാതെ അവിടുന്ന് വിഷമിക്കുകയോ? ഇതൊക്കെ ഒരു യഥാർത്ഥത്തില് ഒരു അധർമ്മത്തിന് കാരണമായിട്ട് വരികയല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഭഗവാൻ അവിടെ പറഞ്ഞു. അവസാനം ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാനെ ധ്യാനിക്കുകയും അതുപോലെ തന്നെ ആ ഭാവത്തോടുകൂടി കീർത്തനങ്ങളിലൂടെ ഭഗവാനെ അനുഭവിക്കുവാൻ സാധിക്കുക. തഥാ സന്നികർഷേണ പ്രതിയാത തഥോ ഗൃഹാൻ. അപ്പം ധ്യാനം, കീർത്തനം, ഭഗവത് ദർശനം, കഥാശ്രവണം, അതിലൂടെ എന്നെ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന് എന്നെ കാണണമെന്നില്ല. ഈ ഒരു ശരീര സംയോഗം കൊണ്ട് നിങ്ങൾ അതിനപ്പുറത്ത് എത്തിയിട്ടുള്ള ആൾക്കാരാണ് ശരിക്കും. എന്തായാലും ഇത് കേട്ടതിന് ശേഷം ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഇത് വിപ്രിയമാകർണ്യ ഗോപ്യോ ഗോവിന്ദ ഭാഷിതം വിഷണ്ണാ ഭക്മസങ്കൽപ്പാ ചിന്താം ആപുർദുരത്യയാം. വിപ്രിയമാകർണ്യ, ഇങ്ങനെ
പ്രിയമല്ലാത്തതായിട്ടുള്ള ഭഗവാന്റെ വാക്കുകള് ഗോവിന്ദ ഭാഷിതം കേട്ടതോടുകൂടി അവര് വല്ലാത്ത ഒരു വിഷമമായി അവർക്ക്. അതോടെ ആശകളെല്ലാം അവരുടെ തകർന്നു. അല്ലെ? ഇവിടെ വരുമ്പോ കണ്ണൻ സ്വാഗതം ചെയ്തപ്പോഴും സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോഴും ഒക്കെ എന്താണ് വിചാരിച്ചത്? ഇനി കണ്ണന്റെ കൂടെ ഞങ്ങൾക്ക് എന്നും ആ കാൽപാദത്തില് അല്ലെ എന്താണ് പരിചരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സാധിക്കും എന്നവര് മോഹിച്ചു ശരിക്കും. പക്ഷെ അതെല്ലാം വിട്ട് വേഗം അല്ലെ, ഇനി ഇതുപോലെ പല സ്ഥലത്തും ഇനിയിപ്പോ നമുക്ക് പരീക്ഷണങ്ങൾ കാണാൻ സാധിക്കും. രുക്മിണി ദേവിയുടെ അടുത്ത് കരിഹിജിൽ എന്നുള്ള ഒരു അധ്യായത്തിൽ കാണാൻ സാധിക്കും. അല്ലെ, പല സ്ഥലത്തും ഭഗവാൻ എന്താണ് തന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നുണ്ട്. എന്തിനാ അകറ്റാൻ നോക്കുന്നത്? കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അല്ലേ, നമ്മള് പറയാറില്ലേ, നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴേക്കും നമുക്ക് അത്രയും വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചു കാലം നമ്മള് മിണ്ടാതിരുന്ന് അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മൾ ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവരെ പിന്നീട് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ആത്മബന്ധം, അപ്പൊ അത് സന്നികർഷേണ മർത്യാനം, അതായത് എപ്പോഴും തന്നോട് ചേർന്നിരിക്കുന്ന സമയത്ത് ആ ബന്ധത്തിന് കുറച്ച് കുറവുണ്ട് എങ്കിൽ ഒന്ന് അകന്നു നിന്ന് കഴിഞ്ഞാൽ ഈ ബന്ധത്തിന്റെ അല്ലെ ആ സാന്ദ്രത കൂട്ടാൻ സാധിക്കും. ഇവിടെ ഭഗവാൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അവിടെ അത് തന്നെയല്ല, ഇവിടെ ഇനി വിപ്രിയം എന്ന് പറഞ്ഞു. എന്താണ് ഇത്? വിപ്രിയമാകർണ്യ. വിപ്രിയം എന്നാല് രണ്ട് രീതിയിൽ എടുക്കാം. എന്താണ്? വിനാപ്രിയം. വിനാപ്രിയം എന്ന് പറഞ്ഞാല് അപ്രിയം തന്നെ, അപ്രിയം എന്ന് എടുക്കാം. ഇനി അതല്ലെങ്കിലോ വിശേഷേണ പ്രിയം എന്ന് എടുക്കാം. വിശേഷേണ പ്രിയം എന്നുള്ള രീതിയിൽ അവിടെ എടുക്കാൻ സാധിക്കും. അപ്പൊ ഈ വിശേഷേണ പ്രിയം എടുക്കുകയാണെങ്കിൽ എന്താണ് ശരിക്കും അവിടെ വരുന്നത്? ഗോപികമാര് ഇവിടെ വന്നത് അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനാണ് ഭഗവാൻ ഈ ഒരു വിരോധം കാണിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതാണ് വിശേഷേണ പ്രിയം. അല്ലെ, നമ്മള് ചിലരോടൊക്കെ ദേഷ്യപ്പെടുക, എന്താ സ്നേഹം കൂടുമ്പോഴേ ദേഷ്യപ്പെടുന്നത് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഗോപികമാരെ അവരോടുള്ള സ്വാതന്ത്ര്യം കൂടുതൽ എടുത്തുകൊണ്ട് അവരെ ദേഷ്യപ്പെടുന്ന ഒരു രംഗം അവർക്ക് മനസ്സിലാക്കും എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അത് വിശേഷേണ പ്രിയമായി അവിടെ. ഇപ്പൊ ഗോപികമാര് എടുത്തത് എന്താണ് എന്നുള്ളത് നമുക്കിനി വരുന്ന ഭാഗങ്ങളെ കൊണ്ട് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. വേദസ്വരൂപിയും അല്ലെ ഉപനിഷത്തുക്കളാണ് യഥാർത്ഥത്തില് ഈ ഗോപികമാരായിട്ട് ഇവിടെ ഭഗവാന്റെ കൂടെ അവതരിച്ചിരിക്കുന്നത്. ഇപ്പൊ സർവധർമ്മങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും ഒക്കെ അധിഷ്ഠാതാവായിട്ടുള്ള ആ ഭഗവാൻ വേണ്ടത് മാത്രമേ ഉപദേശിക്കുകയുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. ചിലപ്പോ കേട്ട് കഴിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ പറയാവോ, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ തോന്നാൻ വേണമെങ്കിൽ വെറുപ്പ് തോന്നിയേക്കാം. പക്ഷേ ശ്രേയസ്കരമായിട്ട് തന്നെയാണ് ഭഗവാൻ അവിടെ ഈശ്വരാണാം വചഃ സത്യം. അല്ലെ, ഭഗവാന്റെ വാക്കുകളെ ഒരിക്കലും മാറ്റാൻ സാധിക്കുകയില്ല. തങ്ങൾ വന്ന ഉദ്ദേശത്തെ ഇനി തട്ടിത്തരിപ്പിണമാക്കുന്ന രീതിയിലേക്കാണ് ഭഗവാന്റെ വാക്കുകൾ എങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഇത്രയും ഉദാത്തമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാരണം അത് ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് നേടിയെടുക്കാൻ സാധിക്കും. കാരണം അവർക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഉള്ളിൽ യാതൊരുവിധ മാലിന്യങ്ങളും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള രീതിയിൽ മാത്രമേ അവര് ഏത് വാക്കുകളെയും ഏത് അന്തരീക്ഷങ്ങളെയും ഏത് സാഹചര്യങ്ങളെയും അവരതിന് സ്വീകരിക്കുന്നുള്ളൂ. അല്ലേ? അപ്പൊ പിന്നെ ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഗോപികമാരെല്ലാവരും ഗോപന്മാരും ഗോപികമാരും ഒക്കെ അമ്പാടിയിലേക്ക് കണ്ണനെ കാണാൻ വന്ന സമയത്ത് പാലും തൈരും ഒക്കെ ആയിട്ട് വന്ന് ദധിക്ഷീരകൃതാംബുഭി എന്ന് പറയുന്നുണ്ട്. എന്തേ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? എല്ലാവരുടെ ഉള്ളിലും കണ്ണനാണ്. അപ്പൊ ഉള്ളിൽ കണ്ണനുള്ള സമയത്ത് അവരെ കണ്ടാൽ തന്നെ കണ്ണനായിട്ട് തോന്നിപ്പോകും ഭക്തന്മാർക്ക്. അല്ലെ, നമുക്കും ഈശ്വരന് തുല്യമായിട്ടാണ് നമുക്ക് ഭക്തജനങ്ങളെ കാണുമ്പോൾ സജ്ജനങ്ങളെ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാറ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കണ്ണൻ ഏത് രീതിയില് ഭഗവാന്റെ വാക്കുകൾ വന്നാൽ പോലും അതിനെ
ഭഗവാനോട് ചേർത്ത് നിൽക്കുവാൻ മാത്രമേ ആർക്കറിയൂ? ഗോപികമാർക്ക് അറിയുള്ളൂ അവിടെ. അപ്പം ആ ഒരു വിരഹ ദുഃഖം ഇവിടെ ശരിക്ക് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള തലത്തിലേക്ക് അവർക്ക് ആ അർത്ഥത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതും ഭഗവാന്റെ ഒരു ഇച്ഛയായിട്ട് കണക്കാക്കാൻ സാധിക്കും. അപ്പം അവരുടെ ആഗമനോദ്ദേശം സഫലമാക്കുക തന്നെ ചെയ്യണമെന്ന് ആർക്കുണ്ട്? ഭഗവാന്. തീർച്ചയായിട്ടും അതിനാണല്ലോ വിളിച്ചു വരുത്തിയതോടെ. പക്ഷേ അവരോട് യഥാർത്ഥത്തില് ഈ ഒരു കുലധർമ്മം, ഒരു കുലസ്ത്രീകളുടെ ഒരു പതിയായിട്ടുള്ള ഭാര്യയുടെ ധർമ്മം ഉപദേശിക്കണം എന്നുള്ളതും അതും നടപ്പാക്കണം. പ്രിയന്തേമയി ജന്തവ എന്ന് പറഞ്ഞാൽ എന്താണ്? തനിക്ക് എന്നും അല്ലെ തന്റെ സ്വന്തമാണ് ജന്തുക്കൾ എന്നുള്ള രീതിയിലേക്ക് എല്ലാവരോടും ഒരേ സ്നേഹമുള്ള ഭഗവാൻ കേവലം ലൗകികമായിട്ടുള്ള ഒരു അർത്ഥത്തെ കൽപ്പിച്ചാൽ അവിടെ പലതും യഥാർത്ഥമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള അർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പം അവരുടെ ഈ ഒരു വരവ് ഭഗവാൻ അനുമോദിക്കുകയാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. പക്ഷേ അവരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവരെ ചിന്താകുലരാക്കുകയാണ്. ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ ഒരു അജ്ഞത അവര് മനസ്സിലാക്കണം. അതും കൂടിയുണ്ട്. അതിനും കൂടിയാണ് ഭഗവാൻ അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് യഥാർത്ഥത്തില്. ആ ഭക്തിയുടെ തലങ്ങളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ചാഞ്ചല്യത്തെ ഇല്ലാണ്ടാക്കി അതിനെ സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രമിക്കുന്നതോടെ. അപ്പം ഈ ഭഗവാന്റെ വാക്കുകളുടെ യാഥാർത്ഥ്യങ്ങളെ അപഗ്രഥനം ചെയ്യുവാൻ ആ സമയത്തുണ്ടാകുന്ന അവരുടെ മാനസികാവസ്ഥയ്ക്ക് എളുപ്പമല്ല. അങ്ങനെ ആവരുത്. അതിലും ആ സമയത്തും ഭഗവാന്റെ വാക്കുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം ആ ഒരു ബുദ്ധിയും കൂടി അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അപ്രകാരം ചെയ്തിരുന്നു എങ്കിൽ ഈ വിപ്രിയം എന്നാൽ വാക്കിന് വിശേഷേണ പ്രിയം എന്ന അർത്ഥം അവിടെ എടുക്കാൻ സാധിക്കും. എന്തായാലും ഭവതി അല്ലെങ്കിൽ ഗോപികമാര് എന്നെ കാണുവാൻ വേണ്ട, അതായത് പരമാത്മാവെന്നുള്ള ഒരു ഭാവത്തിലാണ് സമീപിച്ചതെങ്കിൽ അതെത്രയും അല്ലേ സ്വാഭാവികമാണ്, ശ്ലാഘനീയമാണ് എന്നുള്ളത് അവര് ധരിക്കാതെ പോയതും ഒക്കെ എന്തായിരിക്കാം? യോഗമായയുടെ വൈഭവമായിരിക്കാം. ഇതും ഭഗവാന്റെ ഇച്ഛയാണത്. അപ്പൊ ഇവര് വന്നതൊക്കെ യഥാർത്ഥത്തിൽ പരമാത്മാ ചൈതന്യമായിട്ടുള്ളതിന്റെ മൂർത്തിമൽ ഭാവമാണ് കണ്ണൻ എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് അവരെല്ലാം വിട്ട് അവിടെ വന്നത്. അവിടെ ഇനി ഗോപികമാര് ഭഗവാന്റെ ആ വാക്കുകൾക്ക് പ്രതികരിക്കുന്ന ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് 29ാമത്തെ ശ്ലോകം മുതൽ. കൃത്വാമുഖാന്യവശുശ്വസനേന ശുഷ്യൽ ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യ അസ്ത്രൈരുപാത്തമഷിഭിക്കുജ കുങ്കുമാനീതസ്ഥുർമൃജന്ത്യ ഒരു ദുഃഖഭരാസ്മതൂഷ്ണീം പ്രേഷ്ഠം പ്രിയേതരമിവ പ്രതിഭാഷമാണം കൃഷ്ണം തദർത്ഥ വിനിവർത്തിത സർവകാമ നേത്രേ വിമൃജ്യ തദിതോപഹതേ സ്മ കിഞ്ചിൽ സംരംഭഗദ്ഗതഗിരോബ്രുവദാനുരക്താഃ. ഭഗവാന്റെ വാക്കുകള് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവര് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചു, കുട്ടികളെ ഉപേക്ഷിച്ചു, പൈക്കുട്ടികളെ ഉപേക്ഷിച്ചു, എല്ലാം സർവ്വതും ഉപേക്ഷിച്ചു. അവരുടെ ഗൃഹം പോലും ഉപേക്ഷിച്ചു. ഇനി തിരിച്ചു ചെന്നാൽ അവർക്ക് അവിടെ കയറാൻ സ്ഥാനമില്ല. ശരിക്ക് എല്ലാം വിട്ട് താൻ ആശ്രയം, തനിക്ക് പതിയായിട്ട് ഭഗവാനാണ് ആശ്രയമെന്ന് അല്ലേ ആ യമുനാ തീരത്ത് വെച്ച് 41 ദിവസം പ്രാർത്ഥിച്ചതായിട്ടുള്ള ആ അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനം കൊണ്ട് ഭഗവാൻ തങ്ങളെ വിളിച്ചു ഇങ്ങോട്ട് എത്താൻ സാധിച്ചത്. ഈ ഒരു കണ്ണ എത്ര കാലമായിട്ട് ഞങ്ങൾ ഈ ഒരു വിളി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ ആ മനസ്സിന് സഹിക്കാനാവാത്തതായിട്ടുള്ള ഒരു സങ്കടം അവിടെ ഉണ്ടായി. ഉള്ള് നീറി ഉച്ഛ്വാസവായു ഊഷ്മളമായി. അത് തട്ടി ആ തൊണ്ടിപ്പഴത്തിന് തുല്യം
മനോഹാരിത ഉണ്ടായിരുന്നതായിട്ടുള്ള ചുണ്ടുകളൊക്കെ ഇതാ ഇപ്പോ വരണ്ടു. എല്ലാം ഇപ്പം എന്താണ് നേരെ വിപരീത വഴിയിലേക്ക് പോകുന്നു. നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ. അവരാകെ വല്ലാണ്ട് വിഷമിച്ചുകൊണ്ട് മുഖം കുനിച്ചു. ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യ ശുഷ്യൽ ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യ. ആ ലജ്ജാ മുഖമായിക്കൊണ്ട് അവര് ആ കാലിന്റെ പെരുവിലെ കൊണ്ട് നിലത്ത് വരച്ചു. അവിടെ എന്തായാലും അത്രേരുപാത്തമഷിഭി കുജ കുങ്കുമാനി, കണ്ണുകളില് ധാരധാരയായിക്കൊണ്ട് കണ്ണീരോട് കൂടിയിട്ടുള്ള കൺമഷിയോട് കൂടിയിട്ടുള്ള കണ്ണീരുകള് അവരുടെ ആ മാർവിടത്തിലേക്ക് വന്ന് വീണ് അവിടുത്തെയുള്ള കുശകുങ്കുമങ്ങൾ മുഴുവൻ ആ കണ്ണീർ ജലത്തിലൂടെ അത് കലക്കി അസഹ്യമായിട്ടുള്ള ദുഃഖത്തോടുകൂടി തസ്ഥോർമർജന്ത്യ ഒരു ദുഃഖഭരാസ്മതൂഷ്ണീ, വല്ലാത്ത ദുഃഖത്തോടുകൂടി താഴോട്ട് നോക്കി ഒരക്ഷരം പോലും. അവിടുന്ന് പറയാണ് പ്രേഷ്ഠം പ്രിയേതരം ഇവ പ്രതിഭാഷമാണ്. ഒരക്ഷരം പോലും അവർക്ക് മിണ്ടാൻ സാധിച്ചില്ല ഭഗവാനോട്, ഒന്നും മിണ്ടാതെ. കാരണം ഞങ്ങളുടെ ഗതി ഇതാണ് എന്ന് വിചാരിച്ചുകൊണ്ടവര്. എന്താണ്, കണ്ണനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമല്ല നമുക്ക് കണ്ണനെ സ്വന്തമാക്കാൻ. ഭഗവാനെ സ്വന്തമാക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവര് ചെയ്തതായിട്ടുള്ള, അവര് വിശ്വസിച്ചതായിട്ടുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ താൻ എല്ലാം വിട്ട് ഇവിടെ വന്നതും ഒക്കെ തെറ്റായി പോയോ, അഹങ്കാരമായി പോയോ എന്നുള്ള രീതിയിൽ മനസ്സ് നീറിക്കൊണ്ട് അവിടെ ഒന്നും മിണ്ടാതെ തലകുനിച്ച് അവിടെ നിന്നു. അവിടെ ശ്രേഷ്ഠം പ്രിയേതരമിവ പ്രതിഭാഷമാണം കൃഷ്ണം തദർദ്ധ വിനിവർത്തിത സർവകാമാഹ. അവര് ഭഗവാനില് പൂർണ്ണമായിട്ടും ആത്മനിവേദനം എന്നുള്ള രീതിയിൽ അനുരക്തകള് ആയിക്കൊണ്ട് ഭഗവാന് വേണ്ടിയിട്ട് തന്നെ സർവം എല്ലാം. ഇവിടെ പറയുന്നത് എന്താണ്, സർവകാമാഹ, എല്ലാ ആഗ്രഹങ്ങളും വേണ്ടെന്ന് വെച്ചു. അവിടെ ഭർത്താവെന്നോ മക്കളെന്നോ കുടുംബമെന്നോ അല്ലെങ്കിൽ ഇനിയുള്ളതെല്ലാം അതെല്ലാം എന്താണ്, ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊന്നും തനിക്ക് സ്ഥിരമായിട്ട് സന്തോഷം തരുന്നതല്ല. സ്ഥിരമായിട്ട് സന്തോഷം തരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്, തൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാവം, ആ കണ്ണന്റെ അടുത്ത് തന്നെ എത്തിച്ചേരലാണ് അവര് എല്ലാം ഭഗവാൻകൾ സമർപ്പിച്ചുകൊണ്ട്. അങ്ങനെ പ്രിയനായിട്ടുള്ള അത്ര കണ്ട് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ആ ഭഗവാൻ പ്രതികൂല ഭാവം തോന്നിക്കുമാർ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വല്ലാണ്ട് സഹിച്ചില്ല. അവരെന്താണ്, അവരുടെ ഉള്ളിലെ ഈ ഒരു വിഷമം അത് കോപമായിട്ട് പരിണമിക്കുകയാണ് അവിടെ. അങ്ങനെ ചെറിയൊരു കോപം കണ്ണനോടാണോ അതോ ഇനി തന്നോടാണോ, തൻ്റെ ഉള്ളിലുള്ള ആ ഭാവത്തോടാണോ അറിയില്ല. എന്തായാലും കണ്ണീർ നിറഞ്ഞ് അവര് കൃഷ്ണം തദർദ്ധവിനിവർത്തിത സർവകാമാഹ നേത്രേ വിമൃജ്യതോപഹതേ സ്മ കിഞ്ചിൽ. അവര് കണ്ണീര് ആ കണ്ണിലിങ്ങനെ കുടുകുടുകൂടാ കണ്ണീര് വന്നതോടുകൂടി അവർക്ക് ഒന്നും കാണാൻ മേലാത്ത ഒരവസ്ഥയായി. അവിടെ കാഴ്ച നശിച്ചു അവർക്ക്. ഇങ്ങനെയുള്ള സമയത്ത് അവര് അവരുടെ കണ്ണിലുള്ള കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് തൊണ്ട ഇടറിക്കൊണ്ട് സംരംഭ ഗദ്ഗതഗിരോ ബ്രുവതാനുരക്ത, അവര് ഗദ്ഗതത്തോടുകൂടി അവര് കണ്ണനോട് പറയുന്ന വിലാപമാണ് ഇനിയുള്ള ശ്ലോകങ്ങള്. ഗോപ്യ ഊചു മൈവം വിഭോർഹതി ഭവാൻ ഗതിതും നൃശംസം സന്ധ്യജ്യ സർവവിഷയാം തവ പാദമൂലം ഭക്താ ഭജസ്വദുരവഗ്രഹമാത്യജാസ്മാൻ ദേവോ യഥാദിപുരുഷോ ഭജതേ മുമുക്ഷൂൻ. അങ്ങ് ഇത്രയും പരുഷമായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നത് എത്ര കണ്ട് ഞങ്ങള് വിഷമിക്കുന്നു എന്നുള്ളതെന്ന് അവിടത്തേക്ക് അറിയുമോ? ഞങ്ങൾ സകല വിധത്തിലുള്ള വിഷയ സുഖങ്ങളെയും ഒക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് അങ്ങയുടെ ആ ശ്രീപാദങ്ങളെ, ആ ശ്രീപാദത്തിലുള്ള ആനന്ദത്തെ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെ അങ്ങയുടെ ഈ ഭക്തകളായിട്ടുള്ള ഞങ്ങളെ ഒരിക്കലും അവിടുന്ന് കൈവിടിയരുതേ.
യുഗങ്ങളോളം തപസ് ചെയ്യുന്ന പദഭജനം ശ്രേയ എന്ന യോഗീശ്വരന്മാരെ അങ്ങ് സന്തോഷത്തോടുകൂടി അനുഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, തൻ്റെ മനസ്സിനോട് ചേർത്ത് വെക്കുന്നുണ്ട് എങ്കിൽ, എപ്പോഴും അവരുടെ മനസ്സിന് യാതൊരുവിധ മാലിന്യങ്ങളും കൊടുക്കാതെ ശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അവരെ ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ, ഞങ്ങളെ അതുപോലെ അവിടുന്ന് സ്വീകരിക്കണേ. സാക്ഷാൽ ആദിപുരുഷനായിട്ടുള്ള ആ മഹാവിഷ്ണു ഒരിക്കലും മോക്ഷേച്ഛുക്കളായിട്ടുള്ളവരെ കൈവിടിയാറില്ല. ആ മഹാവിഷ്ണു തന്നെയായിട്ടുള്ള, ആ മഹാവിഷ്ണുവിന്റെ മൂർത്തിമൽ രൂപമായിട്ടുള്ള കണ്ണ മോക്ഷേച്ഛുക്കളായിക്കൊണ്ട് യോഗികളെ പോലെ, മുമുക്ഷുക്കളെ പോലെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ദേവോ യഥാദിപുരുഷോ ഭജതേ മുമുക്ഷു. ആ മുമുക്ഷുക്കളെ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങള് അവിടുത്തെ പാദങ്ങളിൽ ആശ്രയിക്കുകയാണ്. എൽപത്യപത്യ സുഹൃതാമനുവൃത്തിരംഗ സ്ത്രീണാം സ്വധർമ്മ ഇതി ധർമ്മവിദാത്വയോക്തം. അങ്ങ് പറഞ്ഞു, സ്ത്രീകളുടെ ധർമ്മം എന്നുള്ളത് ഭർത്തൃശുശ്രൂഷയും അല്ലെ, അതുപോലെ പുത്രപരിപാലനവും ഒക്കെയാണ് എങ്കിൽ, ഇതെല്ലാം ആരാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്? ശരിക്ക് അങ്ങ് ശരീരികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ടതാണ് അല്ലെ. പ്രിയന്തേ തവ ജന്തവ. അങ്ങനെയുള്ള ബന്ധുവായിട്ടുള്ള, അത് തന്നെയല്ല സർവഭൂതാത്മാ സർവേശ്വരാഖില സാക്ഷി അല്ലെ. എല്ലായിടങ്ങളിലും അങ്ങല്ലേ നിറഞ്ഞു നിൽക്കുന്നത് കണ്ണ. അങ്ങല്ലേ എല്ലാവരുടെയും ഉള്ളില് ആത്മചൈതന്യമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങ് വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള ധർമ്മ അനുഷ്ഠാനം അത് അങ്ങയെ തന്നെ ആവട്ടെ. ഈ ഭഗവാൻ പറയുന്നതൊക്കെ ധർമ്മമാണ് ശരിക്ക്. ഭർത്തൃ സന്താനദാദികളെ ഒന്നും പരിത്യജിച്ചുകൊണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർ അതിനനുവദിക്കുമോ എന്ന് ഇനി ഒരു സംശയമുണ്ട് എങ്കിൽ, ഈ ഗോപികമാര് ഭർത്താവായിട്ടും കുട്ടികളായിട്ടും ഒക്കെ എല്ലാം കാണുന്ന ആരെയാണ്? കണ്ണ അവിടുത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ആ കണ്ണനിലൂടെയാണ് ഞങ്ങൾ ശരിക്കും ആ ഭഗവാനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളെ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ. അതുകൊണ്ട് ഭഗവത് പരിചരണം അവരുടെ പരിചരണം തന്നെ ആണ് എന്ന് സമാധാനിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ മുഴുവൻ ചെയ്തത്. പക്ഷെ ഇവിടെ നേരിട്ട് ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനത്തിലൂടെ അവിടുന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് എത്താൻ അവിടുന്ന് യാതൊരുവിധ സംശയവും അവിടെ തോന്നിയില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം. ഇപ്പം ആധ്യാത്മികമായിട്ടുള്ള ചിന്തയിൽ അവരടക്കം എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാല് പിന്നെ ആരെങ്കിലും പ്രത്യേകം നമുക്ക് എന്ത് കർത്തൃത്വ ബോധമാണുള്ളത്? നമുക്ക് എന്ത് പരിപാലനമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പം ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അത് അവരെ, ആ ഭർത്താക്കന്മാരെ നോക്കുന്നതും കുട്ടികളെ നോക്കുന്നതുമായിട്ടുള്ള പരിചരിക്കുന്നതായിട്ടുള്ള ഫലം എല്ലാം അവിടുന്ന് തങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഉറച്ച ബുദ്ധി തനിക്കുണ്ട്. ഇത് തന്നെ ആയിരുന്നു അല്ലേ നമുക്ക് ഇതിനു മുമ്പുണ്ടായിരുന്ന വിപ്രപത്നിമാരുടെ കഥയിലും അത് തന്നെയാണ് പറയുന്നത്. അപ്പം അവിടെ എന്താണ് ശരിക്ക്? ഇവിടെ തൻ്റെ ഭർത്താക്കന്മാരെ എന്തിനു വേണ്ടിയിട്ടാണോ ഇപ്പൊ കഷ്ടപ്പെടുന്നത്, ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ലക്ഷ്യം മാറുന്നില്ല അവിടെ അല്ലേ. ആ കണ്ണന് വേണ്ടിയിട്ടാണ് ഇവിടെ യജ്ഞങ്ങൾ നടത്തുന്നതെങ്കിൽ യഥാർത്ഥത്തിലെ കണ്ണന്റെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഭക്തന്മാരായിട്ടുള്ളവർക്ക് ഉണ്ടാവും എന്ന് അവിടെ പറയുന്നു. കുർവന്തി ഹി ത്വയിരതിം കുശലാസ്വാത്മൻ നിത്യപ്രിയേ പതിസുതാദിഭിരാർത്തിതൈഃ കിം തന്ന പ്രസീദ പരമേശ്വരമാസ്മചിന്ത്യാ ആശാംഭൃതാം ത്വയി ചിരാദരവിന്ദനേത്ര. പറയുന്നു, ധാരാളം ഋഷീശ്വരന്മാരെ സ്വന്തം
ആത്മസ്വരൂപിയായിട്ടുള്ള ആത്മാരാമത്വം, അല്ലെ? ആ ആത്മാരാമത്വം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള കണ്ണനെ, അശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തെ, ആ ബോധസ്വരൂപനെ മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ കർമ്മങ്ങളെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആത്മാരാമത്വം എന്ന് പറയുന്നത് അവിടെ. അപ്പം അങ്ങനെ അങ്ങയുടെ ഉള്ളിൽ അനുരക്തരായിട്ടുള്ളവരാണ് ഋഷീശ്വരന്മാര്. അങ്ങെന്നും എന്താണ് മറ്റുള്ളവരോട് പ്രിയമുള്ള ആളാണ് താനും. അപ്പം ഇവിടെ ഭർത്താക്കന്മാരായിക്കോട്ടെ, സന്താനങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം എന്താണ് ശരിക്ക് അവിടെ പറയുന്നു, ആ നിത്യ പതിസുത ആദിഭിരാർത്തിദൈക്കിം. അപ്പൊ ഈ പറഞ്ഞതായിട്ടുള്ള ഭർത്താക്കന്മാരായിക്കോട്ടെ, സുതന്മാരായിക്കോട്ടെ, ഇതൊക്കെ എന്താണ് ആർത്തിയെ ഉണ്ടാക്കി തരുന്നതാണ്. ആർത്തി എന്ന് പറഞ്ഞാൽ സങ്കടം, അല്ലെ? സംസാരക്ലേശം. അപ്പം സംസാരക്ലേശം വർദ്ധിപ്പിക്കുവാൻ കാരണമായിട്ടുള്ളവരാണ് യഥാർത്ഥത്തില് ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാ ദേഹാപത്യ കളത്രാദികൾ മുഴുവൻ. അപ്പം താമരദളത്തിന് തുല്യമായിട്ടുള്ള അവിടുത്തെ കണ്ണുകളോട് കൂടിയ ചിതാര അരവിന്ദ നേത്ര, അല്ലെ? താമരക്കണ്ണ. അവിടുത്തെ ഈ ഒരു ഭാവം, ഈശ്വരഭാവം, അത് അങ്ങ് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവത് പ്രാപ്തിയാകുന്നതായിട്ടുള്ള ആ ഒരു ആശാപാശത്തെ, ആഗ്രഹമാകുന്ന ആ ഒരു പാശത്തെ അവിടുന്ന് ഒരിക്കലും, അല്ലെങ്കിൽ ഈ ഭഗവത് പ്രാപ്തിയാകുന്ന ഏറെ കാലമായിക്കൊണ്ട് എടുത്തതായിട്ടുള്ള ഈ ഒരു ആഗ്രഹം, ഈ ഒരു ആശാപാശത്തെ ഒരിക്കലും അവിടുന്ന് അറക്കരുതേ, അത് മുറിച്ചു കളയരുതേ കണ്ണാ. ഈ ബന്ധുമിത്രാദികളോടുള്ള സ്നേഹപാശത്തെ അങ്ങ് ഛേദിച്ചോളൂ. അങ്ങനെ ഛേദിക്കുമ്പോൾ അങ്ങയോടുള്ള ആ എന്താണ് മുറുക്കം അത് അവിടുന്ന് കൂട്ടി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഗാർഹികമായിട്ടുള്ള ഓരോ ജോലികളിലും ചിത്തം സുഖേന ഭവതാപഹൃതം ഗൃഹേഷു എന്നിർവിശ്യത്യുതകരവാ കരാവപിഗൃഹ്യ കൃത്യേ എന്നിർവിശത്യുതകരാവപിഗൃഹ്യ കൃത്യേ പാദോ പദം ന ചലതസ്തവ പാദമൂലാം യാമഃ കഥം പാദമൂലാദ്യാമഃ കഥം വ്രജമധോ കരവാമഹിം വാ. ഇപ്പൊ ഞങ്ങളുടെ ഏതൊരു മനസ്സാണോ യഥാർത്ഥത്തില് ഇന്ന് ഗാർഹികമായിട്ടുള്ള ഗൃഹ കാര്യങ്ങളില് വ്യാപരിച്ചിരിക്കുന്നത്, അതൊക്കെ എന്താണ് അവിടുത്തെ ഭവതാ സുഖേന അപഹൃതം. യഥാർത്ഥത്തില് ഇന്ന് മുഴുവൻ എന്താണ്, അത് മുഴുവൻ അപഹരിക്കപ്പെട്ടു. ആരപഹരിക്കപ്പെട്ടു? അങ്ങ് അപഹരിക്കപ്പെട്ടു. അങ്ങയുടെ ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനം കേട്ടതോടുകൂടി ഞങ്ങൾക്ക് എല്ലാ ഗൃഹകൃത്യങ്ങളും, കാരണം അത്ര വരെ എന്താണ് തങ്ങളുടെ ഉള്ളിലുള്ള കണ്ണനാണ് തങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് എങ്കിൽ ആ കണ്ണൻ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്താണ് സംശയിക്കാനുള്ളതായിരുന്നു അവിടെ, അല്ലെ? അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല അവിടെ. അപ്പം ഈ ഗൃഹകൃത്യങ്ങളിൽ ഒക്കെ മനസ്സ് ഇരുന്നതായിട്ടുള്ള ഞങ്ങളുടെ ഈ മനസ്സ് അങ്ങ് അപഹരിച്ചു ശരിക്ക്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്ന ഞങ്ങളുടെ ഈ കൈകളും കരങ്ങളും ഇതെല്ലാം എന്താ ഇപ്പോ ഈ യന്ത്രങ്ങൾ മുഴുവൻ സ്വതവേ തന്നെ തങ്ങളുടെ അവയവങ്ങൾ മുഴുവൻ ആരുടെയിലാണ്? കണ്ണൻ്റെയിലാണ്. കണ്ണനാണ് ഓരോന്നും ചെയ്യിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പതാ എന്തായി? ഞങ്ങളൊരു ജയിലിൽ അടയ്ക്കപ്പെട്ട പോലെ ആയി എന്ന് പറയാണ്. ഇപ്പൊ എന്തായി? ഞങ്ങളുടെ മനസ്സിനെ അങ്ങ് അപഹരിച്ചു. ഞങ്ങളുടെതാ കരങ്ങള് അങ്ങയുടെ പിടിയിലായി. കാലുകൾ എന്തായി? കാലുകൾ ഇനി ഒരടി, കണ്ണ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇനി ഒരടി മുമ്പോട്ട് വെക്കാൻ സാധിക്കില്ലെന്ന്. എങ്ങനെ സാധിക്കും? അങ്ങയുടെ ഈ സാന്നിധ്യത്തിൽ ഇവിടെ വന്ന് ഭഗവത് സാന്നിധ്യത്തിൽ നിന്ന് ഒന്ന് ചലിപ്പിക്കുവാൻ പോലും അടിയങ്ങൾ അശക്തകളാണ് കണ്ണ. അങ്ങയുടെ ഉപദേശം യഥാർത്ഥത്തിൽ എന്താണ്? ഗുരുശിഷ്യ ബന്ധന്യായേന സ്വീകരിച്ചാൽ പോലും ഞങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒരടി ഒന്ന് അപ്പുറത്തോട്ട് പോവുക എന്ന് വിചാരിച്ചത് ഒരിക്കലും. ഞങ്ങൾ അങ്ങോട്ട് ചേരാൻ വന്നവരാണ് ശരി. അപ്പം അവിടുന്ന്
എങ്ങനെ പോകാൻ ഞങ്ങൾക്ക് മനസ്സ് വരും കണ്ണാ? അതുകൊണ്ട് പോകാൻ കഴിഞ്ഞാലും അവിടെ ചെന്നാൽ എന്താ ചെയ്യാൻ സാധിക്കുക? എന്ത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് എന്ത് പ്രാപ്തി ഉണ്ടാവും? ഒന്നിനും സാധ്യമല്ലാതെ വരുമെന്നുള്ള ഒരു ഭാവം. യാമകഥം വ്രജമധോ കരവാമ കിംവാ. കാരണം അങ്ങനെ ഈ വ്രജത്തിലേക്ക് ഞങ്ങൾ ഇപ്പൊ വേഗം പോയി കഴിഞ്ഞാലും ഒന്നും, കാരണം വെച്ചാൽ ഞങ്ങൾക്കറിയാം ഇതെല്ലാം ചെയ്യുന്നത് കണ്ണനാണ്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാൽ ഒന്നും തന്നെ അവിടെ ചെന്നാൽ ചെയ്യാൻ സാധിക്കുകയില്ല. സിഞ്ചാംഗനസ്ത്വധരാമൃതപൂരകേണ സാസാവലോക കളഗീത ജഹൃക്ഷയാഗ്നിം നോചേദ്വയം വിരഹജാഗ്നിപയുക്തദേഹ ധ്യാനേന യാമപദയോ പദവീം സഖേതേ. ഏ അംഗ, സഖാവേ, അല്ലെ, അംഗ, സഖേ, പ്രിയപ്പെട്ട സുഹൃത്തെ, ഹാസാവലോകകളഗീത ജഹൃച്ഛയാഗ്നിം. അങ്ങയുടെ ഈ ഒരു തൂമന്ദഹാസം, ആ ഒരു പുഞ്ചിരി, മന്ദഹാസാഞ്ചിതമായിട്ടുള്ള കടാക്ഷം, അതുപോലെ തന്നെ പിന്നെന്താണ്, അധരാമൃതപൂരകേണ അധരാമൃതപൂരകേണ, ആ അമൃതധ്വനികള് അധരത്തിലൂടെ ദാ ആ വേണുവിലൂടെ വരുന്നതായിട്ടുള്ള മധുരമായിട്ടുള്ള വേണുഗീതത്തേക്ക് കൊണ്ടും ഞങ്ങൾക്ക് സംജാതമായിട്ടുള്ള ഈ ഒരു മദന അഗ്നി, അങ്ങയോടുള്ള ഒരു ആവേശം, അതിനെ അവിടുന്ന് എങ്ങനെ അങ്ങേക്ക് അങ്ങനെയുള്ള അധരാമൃത പൂരകേണ, അങ്ങയുടെ അധരാമൃതത്തിന്റെ ധാരയാൽ ഞങ്ങൾക്ക് അതെല്ലാം ഇല്ലാണ്ടാക്കി തന്നാലും. അപ്പം അടിയങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് അങ്ങ് ഞങ്ങൾ പറയുകയാണ്. അപ്പൊ അതൊന്ന് അങ്ങയുടെ ഈ ഒരു മന്ദഹാസാഞ്ചിതമായിട്ടുള്ള ഒരു നോട്ടം, ശ്രവണമനോഹരമായിട്ടുള്ള അങ്ങയുടെ ഒരു വേണുഗാനം, ഇതുകൊണ്ടൊക്കെ ഞങ്ങളുടെ ഉള്ളില് അല്ലെ അങ്ങയോടുള്ള സ്നേഹം അവിടുന്ന് വർദ്ധിക്കുന്നു, കാമം വർദ്ധിക്കുന്നു. അല്ലെ, നമുക്ക് ഭാഗവതം തന്നെ കാണിക്കുന്നുണ്ട്. കാമസ്യ നേന്ദ്രിയ പ്രീതിർ ലാഭോ ജീവേതയാവത എന്ന് പറയുന്നുണ്ട് പ്രഥമസ്കന്ധത്തില്. അല്ലെ, കാമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ് ശരിക്ക്? ഇന്ദ്രിയ പ്രീതിയല്ല അവിടെ. ആ ഇന്ദ്രിയ പ്രീതിയിൽ നിന്നും ഒക്കെ വിട്ട് നമ്മളുടെ ഉള്ളില് ശുദ്ധമായിട്ടുള്ള ബോധസ്വരൂപനായിട്ടുള്ള ആ കണ്ണനോടുള്ള ഒരു പ്രേമം തന്നെയാണ് യഥാർത്ഥത്തില് നമ്മളുടെ ആഗ്രഹം ആയിട്ട് മാറേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ഗോപികളും പറയുന്നത്. അതുകൊണ്ട് നിന്റെ ഒരു വേണുഗാനങ്ങൾ കൊണ്ടും അതുപോലെ നിന്റെ ഈ മന്ദഹാസാഞ്ചിതമായിട്ടുള്ള ഒരു നോട്ടത്തെ കൊണ്ടും എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്നതായിട്ടുള്ള നിന്റെ ആ ഒരു പുഞ്ചിരി ഞങ്ങളെ ഇന്ന് വല്ലാണ്ട് സമാധാനത്തോടുകൂടി ശാന്തതയോടുകൂടി, ആ ശാന്തതയിലേക്കുള്ള ഒരു വഴിയാണ് നിന്നോട് ചേർന്നാൽ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട്, കണ്ണാ ഞങ്ങളുടെ ഉള്ളിലൊരു മദന അഗ്നി തന്നെ ഇതാ ഇവിടെ ഉണ്ടായി. അത് അവിടുന്ന് അങ്ങ് ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു തീയെ ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്തേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ത്വധരാമൃതപൂരകേണ, അല്ലേ, ജഹൃച്ഛയാഗ്നിം. ഇപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ഒരു വാഞ്ചിതം, ഈ ഒരു ആഗ്രഹത്തിന്റെ കാമ അഗ്നിയെ അതില്ലാണ്ടാക്കുവാൻ എന്താണ് അങ്ങയുടെ ആ അമൃതധാരയാൽ നനച്ചുകൊണ്ട് അത് അണച്ചാലും, അല്ലെങ്കിലോ അടിയങ്ങളുടെ ഈ ഒരു ഭൗതിക ശരീരം അങ്ങയുടെ ഈ വിരഹ അഗ്നിയില് ഞങ്ങള് ചുട്ടരിക്കും കണ്ണാ. നോ ചേദ്വയം വിരഹജാഗ്നിപയുക്തദേഹ ധ്യാനേനയാമ പദയോ പദവീം സഖേതേ. എങ്കിലും അടിയങ്ങൾ എന്ത് ചെയ്യും? ഏകാഗ്രമായിട്ടുള്ള ധ്യാനത്തില് അവിടുത്തെ അല്ലെ അങ്ങാണ് ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജീവൻ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവാത്മാവ് അങ്ങയുടെ ആ ശ്രീപാദങ്ങളെ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തവ പാദതലം രമായ ദത്തക്ഷണം ക്വചിദരണ്യജനപ്രിയസ്യ അസ്പ്രാഷ്മതൽ പ്രഭൃതി നാന്യസമക്ഷമംഗ സാധും ത്വയാഭിരമിത ഗതപാരയാമ. അതുകൊണ്ട് ഈ വനവാസികളായിട്ടുള്ള ജനങ്ങള്, എങ്ങനെയുള്ള വനവാസികൾ? വൃന്ദാവനവാസികൾ അല്ലെ, വൃന്ദാവനവാസികളായിട്ടുള്ള ജനങ്ങളോട് ഏറ്റവും പ്രിയമുള്ള ആളല്ലേ കണ്ണ? അങ്ങനെയുള്ള
ക്വചിതരണ്യ ജനപ്രിയസ്യ. അതുകൊണ്ട് അവിടുത്തെ ആ എനിക്ക് അംബുജാക്ഷ തവ പാദതലം രമായ, അല്ലെ, അവിടുത്തെ ആ പാദങ്ങളെ എങ്ങനെയാണോ ലക്ഷ്മി ദേവിക്ക് പോലും ചിലപ്പോൾ മാത്രം ലഭ്യമായേക്കാം. എങ്ങനെയാണ്? ലക്ഷ്മി ദേവിക്ക് എവിടെയാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്? മാർവിടത്തിലാണ്. പക്ഷെ മാർവിടത്തിൽ കിടക്കുന്ന ലക്ഷ്മി ദേവി പോലും എന്താണ്? തന്റെ പാദതലങ്ങളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടും ആഗ്രഹിക്കുന്നു. അത് സദാസമയം കൊടുക്കുന്നില്ല. അപ്പൊ ചിലപ്പോൾ മാത്രം അത് ലഭ്യമാക്കുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവിക്ക് പോലും കൊടുക്കുന്നതായിട്ടുള്ള അവിടുത്തെ ആ പാദങ്ങള് ഈ ശ്രീപാദമൂലത്തെ ഏതൊരവസരത്തിൽ ഈ വൃന്ദാവനത്തിൽ വെച്ച് ഒന്ന് സ്പർശിക്കുവാൻ ഭാഗ്യമുള്ളവരായോ, അപ്പോൾ മുതൽ ശരിക്ക് ഞങ്ങളുടെ അടിയങ്ങളുടെ ഈ ഒരു ആനന്ദാതിരേകം എത്ര കണ്ട് പറയാൻ നമുക്ക് സാധിക്കും? അവാച്യമാണ് ശരിക്ക്, അല്ലേ? ദത്തക്ഷണം ക്വചിതരണ്യ ജനപ്രിയസ്യ അസ്പ്രാഷ്മതൽ പ്രഹൃതിനാന്യ സമക്ഷമംഗ. അപ്പം അത് ഞങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു ഭാഗ്യം, അതിനെക്കുറിച്ചൊന്നും എത്രയായാലും പറഞ്ഞാൽ തീരില്ല, അവർണ്ണനീയമാണ്. മാത്രമല്ല മറ്റാരുടെയും സമീപത്ത് അണയുവാൻ അടിയങ്ങള് അപ്രാപ്തകളായും ഒക്കെ ഇവിടെ കലാശിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ആ ശ്രീപാദങ്ങളുടെ മഹാത്മ്യം ഒരിക്കലും വർണ്ണിച്ചാൽ തീരില്ല. ഗോപികള് ഭഗവാനെ ആ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവായിട്ട് തന്നെ അവർക്ക് കാണാൻ സാധിക്കുന്നത്, കണ്ണനെ. അപ്പൊ അവരുടെ വികാരം പ്രേമ ഭക്തിയുടെ അത്യുദാത്ത ഭാവങ്ങളിലേക്ക് ഉയരുകയല്ലാതെ ഒരിക്കലും ഒരു ഗ്രാമ്യമായിട്ടുള്ള ഒരു വികാരത്തിന് അവിടെ സ്ഥാനമില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് ആ പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.